അപ്പോൾ പാർട്ട് 2 കണ്ടാലോ? ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി വരുമായിരുന്നു. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാൻ സമയമായി എന്ന് പറഞ്ഞു. അന്നൊരു രാത്രി ഫുള്ള് മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് പെയിൻ വരാൻ നോക്കി. പക്ഷെ ആ ടൈമിലൊന്നും പെയിൻ വരുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ച് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വൈകിട്ട് ഒരു 5 മണിയൊക്കെ തന്നെ എനിക്ക് പെയിൻ വന്നു തുടങ്ങിയിട്ടുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പിഡ്യൂറൽ എടുത്ത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എനിക്കൊരു പെയിൻ വന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ബേബിയുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞതായിട്ട് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ നോർമൽ ഡെലിവറിയും പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ജൂലൈ 20 6:47 എനിക്കൊരു ബേബി ബോയ് ഉണ്ടാവുകയാണ്. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു 2-2.5 മണിക്കൂറിന് ശേഷമാണ് എന്നെയും കുഞ്ഞിനെയും കൂടെ പുറത്തോട്ട് ഇറക്കുന്നത്. ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇത്രയും സ്ട്രോങ് ആയിരുന്നോ എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നിമിഷങ്ങളായിരുന്നു അതെല്ലാം. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം, ചെറിയൊരു ക്ഷീണം മാത്രമേ എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു രാത്രിയും കൂടെ ഞാൻ ഒബ്സർവേഷനിലായതുകൊണ്ട് ICUലോട്ടാണ് എന്നെ മാറ്റുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ റൂമിലോട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏഴ് ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതം മതിയാക്കി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്.